നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കേരളത്തിലെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് ബിജെപിയിലേക്ക് പ്രവർത്തകരുടെ കൂട്ടപ്പലായനം. സിപിഎമ്മിനും കോൺഗ്രസിനും ഒരുപോലെ ആഘാതമേൽപ്പിച്ചുകൊണ്ടാണ് പ്രമുഖ നേതാക്കളടക്കമുള്ളവർ ബിജെപി ഭാഗമാകുന്നത്. വർക്കലയിൽ മുൻ നഗരസഭാ ചെയർമാനും സിപിഎം നേതാവുമായിരുന്ന സുന്ദരേശന്റെ മകൾ ബിജെപിയിൽ ചേർന്നത് ഭരണകക്ഷിക്ക് വലിയ നാണക്കേടായി മാറിയിരിക്കുകയാണ്. കുടുംബ വേരുകൾ സിപിഎമ്മിൽ ഉറച്ച ഇത്തരം വ്യക്തിത്വങ്ങളുടെ പാർട്ടി മാറ്റം ഇടതുപക്ഷ കേന്ദ്രങ്ങളെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിട്ടുണ്ട്. ഇത്തവണ നിയമസഭയിൽ ബിജെപി അക്കൗണ്ട് തുറക്കുമെന്ന ഉറച്ച വിശ്വാസവും കേന്ദ്രത്തിൽ ബിജെപി ഭരണം തുടരുമെന്ന പ്രതീക്ഷയുമാണ് ഇതര പാർട്ടി പ്രവർത്തകരെ ബിജെപിയിലേക്ക് ആകർഷിക്കുന്നത്. കോൺഗ്രസിന്റെ പാരമ്പര്യ കോട്ടകളിൽ നിന്നും സിപിഎമ്മിന്റെ പാർട്ടി ഗ്രാമങ്ങളിൽ നിന്നും ഒരുപോലെ ആളുകൾ ബിജെപി പാളയത്തിലെത്തുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വികസന നയങ്ങളോടുള്ള ആഭിമുഖ്യമാണ് ഈ മാറ്റത്തിന് പിന്നിലെന്ന് ബിജെപി നേതൃത്വം അവകാശപ്പെടുന്നുണ്ട്. 2020-ൽ നിന്നും നിരവധി പേർ ബിജെപി മുന്നണിയുടെ ഭാഗമായത് കിഴക്കമ്പലം മേഖലയിലും പരിസരങ്ങളിലും രാഷ്ട്രീയ ചലനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രാദേശിക നേതാക്കൾ മുതൽ താഴെത്തട്ടിലുള്ള പ്രവർത്തകർ വരെ എൻഡിഎ സ്ഥാനാർത്ഥികൾക്കായി രംഗത്തിറങ്ങുന്നത് വോട്ട് വിഹിതത്തിൽ വലിയ മാറ്റമുണ്ടാക്കുമെന്നാണ് വിലയിരുത്തൽ. കേരളത്തിലെ ദ്വിമുഖ രാഷ്ട്രീയത്തിന് അന്ത്യം കുറിക്കണമെന്ന ചിന്താഗതിക്കാരായ യുവാക്കളാണ് ഈ ഒഴുക്കിൽ പ്രധാനമായും മുന്നിലുള്ളത്. കോൺഗ്രസ് ഗ്രൂപ്പ് പോരിലും സിപിഎമ്മിന്റെ പ്രാദേശിക ഭരണത്തോടുള്ള എതിർപ്പിലും മനമടുത്തവരും ബിജെപിയെ ബദലായി കാണുന്നു. തെരഞ്ഞെടുപ്പ് പ്രചരണം അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ കൂടുതൽ പ്രമുഖർ ബിജെപിയിലേക്ക് എത്തുമെന്നാണ് സൂചനകൾ. ഇത് നിയമസഭാ പോരാട്ടത്തിൽ വലിയ അട്ടിമറികൾക്ക് കാരണമായേക്കാം. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പടിവാതിക്കൽ നിൽക്കെ കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടാണ് പ്രമുഖ നേതാക്കൾ ബിജെപി പാളയത്തിലെത്തുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ കോൺഗ്രസിനും സിപിഎമ്മിനും ഒരുപോലെ വൻ തിരിച്ചടികളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായത്. കേന്ദ്രത്തിൽ ബിജെപി ഭരണം തുടരുമെന്ന ഉറപ്പും നിയമസഭയിൽ ഇത്തവണ അക്കൗണ്ട് തുറക്കാനാകുമെന്ന പ്രതീക്ഷയുമാണ് പലരെയും ഈ തീരുമാനത്തിലേക്ക് നയിക്കുന്നത്. കേരളത്തിൽ ബിജെപിക്ക് കൽപ്പിക്കപ്പെട്ടിരുന്ന രാഷ്ട്രീയ അയിത്തം അവസാനിച്ചുവെന്നാണ് പുതിയ സംഭവവികാസങ്ങൾ സൂചിപ്പിക്കുന്നത്. വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രമുഖർ ബിജെപിയെ ബദലായി കാണാൻ തുടങ്ങിയിരിക്കുന്നു. 2020 പോലുള്ള പാർട്ടികൾ എൻഡിഎ മുന്നണിയുടെ ഭാഗമായതും ബിജെപിയുടെ കരുത്ത് വർദ്ധിപ്പിച്ചു. കോൺഗ്രസ് സിപിഎം വോട്ടുകളിൽ വലിയ തോതിലുള്ള വിള്ളലുണ്ടാക്കാൻ ഈ കൂടുമാറ്റങ്ങൾ കാരണമാകും. പി.സി. ജോർജും മകൻ ഷോൺ ജോർജും നേരത്തെ തന്നെ ബിജെപിയിൽ എത്തിയിരുന്നു. ഇവരും മത്സരിക്കുന്നു. ഇത്തവണ നിയമസഭയിൽ ഒന്നിലധികം മണ്ഡലങ്ങളിൽ താമര വിരിഞ്ഞാൽ കേരളത്തിന്റെ രാഷ്ട്രീയ ചിത്രം തന്നെ മാറുമെന്നാണ് വിലയിരുത്തൽ. തിരുവനന്തപുരം ജില്ലയിൽ സ്മിത സുന്ദരേശൻ, വർക്കല ടി.എൻ. സുരേഷ് കോവളം, ബി.എസ്. അനൂപ് ചിറയൻകീഴ് തുടങ്ങിയവരുടെ സ്ഥാനാർത്ഥിത്വം ഇതിന്റെ ഭാഗമാണ്. വർക്കലയിൽ സിപിഎമ്മിന്റെ കരുത്തായിരുന്ന സുന്ദരേശന്റെ മകൾ സ്മിത ബിജെപിയിൽ ചേർന്നത് ഇടതുപക്ഷത്തിന് വലിയ രാഷ്ട്രീയ തിരിച്ചടിയാണ്. കുടുംബപരമായി സിപിഎം പശ്ചാത്തലമുള്ളവർ ബിജെപിയിലേക്ക് മാറുന്നത് അണികൾക്കിടയിൽ ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട്. ബി.എസ്. അനൂപ്, അരുൺ രാജ് തുടങ്ങിയ യുവ നേതാക്കളുടെ മാറ്റം കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനത്തെ ദുർബലപ്പെടുത്തിയിരിക്കുകയാണ്. നിയമസഭയിൽ ഇത്തവണ ഒന്നിലധികം സീറ്റുകൾ നേടി അക്കൗണ്ട് തുറക്കാനാകുമെന്ന വലിയ ആത്മവിശ്വാസത്തിലാണ് ബിജെപി നേതൃത്വം. കേന്ദ്രഭരണത്തിന്റെ തുടർച്ചയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വികസന പ്രവർത്തനങ്ങളും കേരളത്തിൽ വോട്ടായി മാറുമെന്ന് പാർട്ടി വിശ്വസിക്കുന്നു. വരും ദിവസങ്ങളിൽ കൂടുതൽ നേതാക്കൾ ബിജെപിയിലേക്ക് എത്തുമെന്നാണ് സൂചന. 2026-ലെ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ മൂന്നാം മുന്നണിയുടെ കരുത്ത് തെളിയിക്കുന്ന ഒന്നായി മാറുമെന്ന് ഉറപ്പാണ്.